ഹലോ ഗായ്സ്, നമ്മൾ നിൽക്കുന്നത് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഫെസ്റ്റിവലിനകത്താണ് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലവും കിടിലനായിട്ടാണ് നടത്താറ്. ഇത്തവണ അതിനും സൂപ്പറായിട്ടാണ് നടത്തിയിരിക്കുന്നത്. കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്, പൊടിയൊന്നും മറക്കാണ്ടിരിക്കാൻ. ഈ വഞ്ചിയിലും അക്കത്തിൽ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. അതേ അറ്റത്തിരിക്കുന്ന എൻ്റെ അനിയനാണ് കേട്ടോ. അവന് പേടിയൊന്നുമില്ല. നമ്മൾ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല വന്നേക്കണേ. അപ്പോൾ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം അവിടെ നിന്ന് കഴിച്ചായിരുന്നു. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ നമ്മളൊരു നീളമുള്ളൊരു പോപ്പ് സ്റ്റിക്കിനകത്ത് കയറ്റിയിട്ട് ഈ നമ്മുടെ മസാലയിലൊക്കെ മുക്കിയിട്ട് തിളച്ച എണ്ണയിൽ ഇതുപോലെ മുക്കി കോരി എടുത്തിട്ട് തന്നെ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ ഐറ്റം നമ്മുടെ മണപ്പുറത്ത് സ്റ്റോളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് മുമ്പൊന്നും ഇത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ ആദ്യമായിട്ടാണ് വന്നത്. അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. 50 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന്. അത് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നി. വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് റേറ്റ് അറിയണേ. അപ്പോൾ ഏട്ടനും വാങ്ങിച്ചില്ല, ഒരെണ്ണം കൊണ്ടുവന്ന് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കോല് കളയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോലായിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. പക്ഷേ ഒരെണ്ണം മിസ്സായി. അപ്പം നമ്മളിതിൻ്റെ മേലുള്ള സ്റ്റാൻഡ് പേപ്പറൊക്കെ വെച്ച് വരച്ചിട്ട് അതിൻ്റെ ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേ കാശിക്കുട്ടൻ വന്നിട്ടോ. കാശിക്കുട്ടൻ ഉറങ്ങുമായിരുന്നു. അതിനിടയ്ക്ക് കാശിക്കുട്ടൻ വന്ന് എൻ്റെ മടിയിലിരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റാൻഡ് പേപ്പർ വെച്ച് തോന്നുന്നു ഉരച്ചെടുത്തിട്ടുണ്ട്. ഒരെണ്ണം മിസ്സായതുകൊണ്ട് നമ്മളത് ഒരെണ്ണം വേറൊരു കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പുൽത്തൈലത്തിൻ്റെ കോല് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്തായിരുന്നല്ലോ. അതിൻ്റെ ചെറിയൊരു കഷ്ണം കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലത് ഈ ക്രാഫ്റ്റ് വെക്കണ കുഞ്ഞു പെട്ടി ഒരെണ്ണകത്തിരിപ്പുണ്ടായി. അത് പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമല്ലോ ഇതും കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ കുറേ നാൾക്ക് മുമ്പ് അടിച്ചേക്കുന്ന കുറേ ഫെതേഴ്സ് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടാക്കുന്ന ഒരു സീസൺ ഉണ്ടായല്ലോ. ആ സമയത്ത് കുറേയും ഇതുപോലെ ഫെതേഴ്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ ഇരിക്കണമെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഞാനത് ബോക്സിലേക്ക് എടുത്ത് വെച്ചിരുന്നായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഫെതർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ 3 കോലുകളും ഇതുപോലെ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചേർത്ത് ഒട്ടിക്കുന്നുണ്ട്. കൈ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് കഴിഞ്ഞ ദിവസം മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിപ്പോൾ ഊരി കളഞ്ഞു. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണുമ്പോൾ ഏതുമേയൊക്കെ തടയണം നൂലൊക്കെ പിടിക്കുമ്പോൾ. അപ്പോൾ ഉതിരി കളഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു വശത്തേക്കായിട്ട് ഒരു കോണ് പോലെ ഒരു സൈഡിലേക്കായിട്ട് മുറിച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഡ്രീം ക്യാച്ചറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ സൈഡിൽ നിന്ന് ഒരു വശത്തേക്ക് മാത്രമായിട്ട് കോൺ പോലെ നമുക്ക് ത്രെഡ് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ 3-4 അങ്ങനെ കെട്ടിക്കൊടുത്ത ശേഷം ഒരു ലാസ്റ്റുള്ളൊരു 3 ലെയറിനകത്തേക്ക് കുറച്ച് ത്രെഡ് നമ്മുടെ ബീഡ്സ് കയറ്റുന്നുണ്ട്. അപ്പോൾ ബീഡ്സ് കയറ്റണമെന്ന് വിചാരിച്ചല്ല, നമ്മൾ പിറക്കി നോക്കിയപ്പോൾ ചെറിയൊരു കുഞ്ഞി പാക്കറ്റിനകത്ത് കുറച്ച് ബീഡ്സ് കിട്ടി. ഒരു 5-6 ബീഡ്സ് ഇട്ടോ, അത്രയേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് ഇത്രയും ബീഡ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും കയറ്റി കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റത്തെ 3 ലെയറിലേക്കാണ് കയറ്റാൻ നേരത്താണ് നമ്മുടെ ത്രെഡ് കണ്ണിപ്പെട്ട കേട്ടോ. ത്രെഡല്ല, നമ്മുടെ ബീഡ്സ് കണ്ണിപ്പെട്ടത്. അപ്പോൾ നമ്മളത് ഇതുപോലെ എടുത്തിട്ട് ഒരെണ്ണത്തിൽ 3 വെച്ചിട്ട് ഇതുപോലെ തന്നെ കയറ്റി കൊടുക്കുന്നുണ്ട്. കറുത്ത മുത്ത് മാത്രം നേരത്തെ കിട്ടിയായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ഡിസൈനുള്ളത് കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ത്രെഡ് മേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മുടെ ബീഡ്സ് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഡ്സ് കയറാൻ വൂളൻ ത്രെഡ് കയറാൻ പാടുണ്ടാവും. അന്നേരത്തേക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനമാണ് നമ്മുടെ ഫ്ലെക്സ് ക്യൂക്ക് അല്ലെങ്കിൽ ഫെവിക്കോൾ. ഞാൻ എൻ്റെ കയ്യിൽ ഫ്ലെക്സ് ക്യൂക്ക് ഇരുന്നുകൊണ്ട് ഞാൻ അത് വെച്ച് ചെയ്തുകൊണ്ട് എൻ്റെ കൈയൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ചിരുന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ത്രെഡിൻ്റെ തുമ്പൊന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ നമ്മുടെ ബീഡ്സൊക്കെ കയറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ബീഡ്സ് കയറ്റി കൊടുക്കുന്നുണ്ട്. ബീഡ്സ് കയറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഫുൾ കയറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ലെയർ വേണോ അത്ര ലെയർ കയറ്റി കൊടുക്കാം. ഞാൻ ലാസ്റ്റ് 3 ലെയറിൽ മാത്രം ഇതുപോലെ കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കാം. ഇനി വേറെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രോസൊക്കെ ആയിട്ടൊന്ന് നമ്മുടെ ത്രെഡൊന്ന് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഫെതേഴ്സും കൂടി ഇരിപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ മേടിച്ച ഫെതേഴ്സാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കമ്പിമയായിട്ട് ഇങ്ങനെ ചുറ്റിയേക്കണ ഫെതേഴ്സാണ് കേട്ടോ. നല്ല കട്ടിക്ക് നല്ല ലെയറായിട്ട് കിട്ടിയേക്കണ ഒരു ഫെതേഴ്സാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലൊരു കമ്പിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന്മേൽ നിന്ന് അഴിച്ചിട്ട് സെപ്പറേറ്റ് യൂസ് ചെയ്യാം. ഞാനത് അധികം പൈസ ഉണ്ടായില്ല വാങ്ങിച്ചപ്പോൾ. ഇതുപോലത്തെ ഒരെണ്ണത്തിന് 5 രൂപ എന്തോ ആയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് മേടിച്ച് വെച്ചാണ്. കുറേ നാളായിട്ടാണ് മേടിച്ചിട്ട്. ഒരിക്കലും 2 വർഷമായി കാണും അത് മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് കൊളത്തി വെച്ചിട്ടുണ്ട്. തൂക്കാൻ എളുപ്പമാണ് കമ്പി ഉള്ളതുകൊണ്ട്.
അപ്പോൾ നമ്മളിത് ഇതുപോലത്തെ കുറച്ചും കൂടി വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. വൂളൻ ത്രെഡ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫ്ലെക്സ് കിക്ക് വെച്ചിട്ട് അതിൻ്റെ തുമ്പറ്റം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഫ്ലെക്സ് കിക്ക് യൂസ് ചെയ്യേണ്ട, ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കയ്യിൽ നന്നായിട്ട് ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ട് ചിലപ്പോൾ പൊള്ളയൊക്കെ ചെയ്യും. അപ്പോൾ നൂലും കൂടി വേറെ എന്തിൻ്റെയെങ്കിലും കൂടി ഒട്ടുമ്പോഴാണ് കൈ പൊള്ളണേന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ നൂലുമേയും കൂടി കൊണ്ടപ്പോൾ എൻ്റെ കൈ ഒന്ന് പൊള്ളിയായിരുന്നു. അപ്പോൾ നമ്മളിതുപോലെ അടിഭാഗത്തോട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കെട്ടിട്ടിട്ട് നമുക്ക് നൂല് കയറ്റി കൊടുക്കാം. അപ്പോൾ ഒരു നൂല് മാത്രമല്ല നമ്മൾ കയറ്റാൻ പോണത്, അല്ല ഒരു ബീഡ് മാത്രമല്ല കേട്ടോ കയറ്റാൻ പോകണം. അപ്പം നമ്മൾ ഒരു നൂലിനകത്ത് 2 ബീഡ്സ് വെച്ചിട്ട് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു കെട്ടിട്ടിട്ട് ഒരു ബീഡ് കയറ്റി, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഒരു കെട്ടിട്ടിട്ട് ഒരു ബീഡും കൂടി കയറ്റി കൊടുക്കുവാണ്. ഇത് നമ്മൾ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കണതിൻ്റെ ആ ഫെതേഴ്സിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഗ്യാപ്പുള്ള സ്ഥലത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം നീളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ടൊന്ന് താഴ്ത്തിയോ കയറ്റിയോ ഒക്കെ സെറ്റാക്കി എടുക്കാം. അപ്പം ഞാനത് കുറച്ച് കയറി ഇറങ്ങുന്ന രീതിയിലൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വൂളൻ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വേറെ ത്രെഡൊന്നുമില്ല. അപ്പം നമ്മുടെ ഈ സ്റ്റിക്കിന് നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റിക്ക് എടുത്തത്. അതാണ് സാധാരണ പോപ്പ് സ്റ്റിക്കിനേക്കാളും നല്ല കട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈ വാങ്ങിച്ചപ്പോൾ ഉള്ള സ്റ്റിക്ക്. അതുകൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. നല്ല കട്ടിയുള്ള കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവും. ഒത്തിരി നല്ല തടിയുണ്ട്, നല്ല നീളമുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ സ്റ്റിക്ക് വാങ്ങാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കിട്ടുമായിരിക്കും, പക്ഷെ ഞാൻ ഇതുപോലത്തെ വലിയ സ്റ്റിക്ക് കണ്ടിട്ടില്ല കേട്ടോ വാങ്ങിക്കാനായിട്ട്. നമ്മൾ സാധാരണ നോർമൽ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഇത്രയും വലിയ സ്റ്റിക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ചുമ്മാ കിട്ടിയല്ല, 50, 150 ഇതിനൊക്കെ പൊട്ടറ്റോ ഫ്രൈ വാങ്ങിച്ചത് കിട്ടിയാണ്. പക്ഷെ 50 രൂപ ഭയങ്കര കൂടുതലാണ് കേട്ടോ പൊട്ടറ്റോ ഫ്രൈക്ക്. അപ്പോൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇനി 50 രൂപ കൊടുത്ത് അത് വാങ്ങത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ത്രെഡൊക്കെ ബീഡ്സൊക്കെ കയറ്റിയിട്ടൊന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ചെയ്തെടുത്തേക്കുന്നത്. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. കാശിക്കുട്ടൻ നല്ല മൂഡിലല്ലായിരുന്നു, അതാണ് മുഖം വീർപ്പിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നൈസായിട്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രീം ക്യാച്ചർ ആയിട്ടുണ്ട്. നമുക്ക് റൗണ്ടിൽ മാത്രമല്ല ഇതുപോലെ ഒക്കെ നമുക്ക് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തൂക്കിയിടാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ തണ്ട് നല്ല നമ്മൾ വെച്ചേക്കണ ത്രികോണം ഉണ്ടാക്കിയേക്കണ നല്ല കട്ടിയുള്ളതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ.